സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ചെറിയ ഒരു തെറ്റിന് നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് കയർക്കുന്നു എന്നിരിക്കട്ടെ. വീട്ടിലെ ജനൽപ്പാളികൾ അടയ്ക്കാനോ ഫാനിൻ്റെയോ ലൈറ്റിൻ്റെയോ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നതോ ആവാം. കാരണം അക്ഷമയുള്ള ഒരുവനാണ് നിങ്ങളെങ്കിൽ നിങ്ങളും അങ്ങോട്ട് കയർത്ത് സംസാരിക്കും. എന്നാൽ സഹനശക്തി പ്രകടിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ദേഷ്യത്തിൻ്റെ കാരണം മനസ്സിലാക്കും. ഒരല്പനേരം മനസ്സിനെ ഒന്ന് ശാന്തമാക്കി നോക്കുക. പല കേസുകളിലും പെട്ടെന്നുള്ള എടുത്തുചാട്ടമാണ് നമ്മെ പരാജയപ്പെടുത്തുന്നത്. മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുക. അതിനുള്ള ഉത്തരം ഇപ്പൊ പറയണ്ട എന്ന് തീരുമാനിക്കുക. അല്പം കഴിയുമ്പോൾ അത് ആറി തണുക്കും. നമ്മുടെ ഏത് തീരുമാനങ്ങളും ധൃതി പിടിച്ചാവരുത്. ഒരിത്തിരി സാവകാശം ആലോചിക്കാൻ കൊടുക്കുക. വെറുതെ ഒന്ന് വേറിട്ട് നിന്ന് നിഷ്പക്ഷതയോടെ കാര്യങ്ങൾ കാണാനുള്ള കഴിവ് നാം വളർത്തിയെടുക്കുക തന്നെ വേണം. മൗനമായിരിക്കാനുള്ള കഴിവ് നമ്മൾ സ്വയം വികസിപ്പിച്ചെടുക്കുക വേണം. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വേണമെന്ന് ഓരോ അംഗങ്ങളും വിചാരിക്കണം. മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ ഇകഴ്ത്തി സംസാരിക്കുന്ന ശീലം പലരിലുമുണ്ട്. തന്നിൽ നിന്ന് വരുന്ന ഓരോ വാക്കും തൻ്റെ ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം. എല്ലാ കാര്യത്തിലും നിയന്ത്രണം വെച്ച് ഭാര്യയ്ക്കൊരു സ്വാതന്ത്ര്യവും നൽകാതിരുന്നാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഭാര്യയുടെ കഴിവുകളെ നാം അംഗീകരിക്കണം. അവർ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചത് നല്ലൊരു ജോലി നേടാൻ കഴിയുമെന്ന ആഗ്രഹത്തോടെയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ ഭർത്താവിൻ്റെ അടുക്കളയിൽ കിടന്ന് നരയിക്കാൻ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്താൻ, ആ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജീവിതം എങ്ങും എത്താതെയാവാനുമല്ല ഞാൻ പഠിച്ചതെന്ന് അവൾക്ക് തോന്നരുത്. എന്ന് കരുതി അടുക്കളയിൽ കയറണ്ട എന്നോ കുട്ടികളെ പ്രസവിക്കേണ്ട എന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ അവളെ പ്രവൃത്തികളെ അഭിനന്ദിക്കുമ്പോൾ അവൾ എല്ലാം മറക്കും. ഭർത്താവിൻ്റെ വീട് അവൾക്ക് സ്വർഗമായി കാണാൻ കഴിയും. നിന്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ ഭാവിയെ മുരടിപ്പിക്കരുത്. അവളിൽ 95 നന്മകളുണ്ടെങ്കിൽ അത് കാണാതെ 5 തിന്മകളെ മാത്രം കുത്തിപ്പൊക്കി പെരുപ്പിച്ച് മനസ്സ് തളർത്തരുത്. അതിൻ്റെ ക്ഷീണം ആ വീട്ടിലുള്ളവർക്കാണ്, ഭർത്താവിന് തന്നെയാണ്. ദമ്പതിമാർ അന്യോന്യം സ്നേഹത്തോടെ തെറ്റുകൾ പൊറുക്കാനും മറക്കാനും തയ്യാറാവുന്ന വീട് സ്വർഗതുല്യമായിരിക്കും.
ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭാര്യയുടെ ജോലി സ്ഥലത്ത് പോയി അവളെയും കൂട്ടി രണ്ടുപേരും കൂടി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ചിരിച്ച് കളിച്ച് സന്തോഷം പങ്കിട്ടുകൊണ്ട് വരുന്ന ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും എത്ര ആനന്ദത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഭർത്താവ് ഭാര്യയെ വീട്ടിലിറക്കി പുറത്തു പോയി വരുമ്പോൾ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഭാര്യ, ആ ചിരിച്ച മുഖം, ഭർത്താവ് എന്താ വൈകിയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അത് നേരെ തിരിച്ചായാലും എവിടെ പോയി കിടക്കുകയായിരുന്നു, ആരെ കാണാനാ നിങ്ങൾ പോയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തലാണെങ്കിൽ ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം ആ വീട്ടിൽ ഉണ്ടാവുകയില്ല. അയാൾ വഴിതെറ്റിപ്പോകാനും ഏറെ സാധ്യതയുണ്ട്. കുറ്റപ്പെടുത്തലുമായിട്ട് ഭാര്യ കാത്തിരിക്കുമ്പോൾ ഇപ്പോഴൊന്നും അങ്ങോട്ട് പോകണ്ട, കിടക്കാനാകുമ്പോൾ പോയാൽ മതി എന്ന് വിചാരിച്ച് രാത്രി കിടക്കാനാകുന്ന സമയത്ത് മാത്രം വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താക്കന്മാരുണ്ട്. അതിന് മുമ്പേ എത്താൻ, നേരത്തെ എത്താൻ ഭാര്യ സ്നേഹം നിറച്ച് കാത്തിരിക്കണം. സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഭാര്യ വീട്ടിലുണ്ടാകണം. ആ ഭാര്യയെ കാണാനാണ് ഭർത്താവ് എവിടെയും തങ്ങാതെ നേരെ വരിക. കാത്തിരിക്കണം. ആ സ്നേഹത്തിൽ എത്രയും നേരത്തെ എത്താനുള്ള തിടുക്കം ഭർത്താക്കന്മാർ കാണിക്കും. കൂട്ടുകാരോട് സംസാരിച്ചിരുന്ന് സമയം കളയാനൊന്നും അത്തരം ഭർത്താക്കന്മാർ കാത്തിരിക്കില്ല. തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, എൻ്റെ മക്കളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ ഭാര്യ ഇവിടെ കാന്തമായി നിൽക്കണം. അപ്പോഴേ ഭർത്താവ് എന്ന ഇരുമ്പ് ഇങ്ങോട്ട് അടുക്കും. സ്നേഹം നിറച്ച് കാത്തിരിക്കുക. എല്ലാ വീട്ടിലെ ഭാര്യമാരും അങ്ങനെ ആവട്ടെ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു.